ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ബാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളിച്ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു, കാലം കളയരുതേതു മിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു, പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിരു, കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാർ, മിത്രഭാവേന രാമാദികളന്നേരം. ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ, മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായിതു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം. മിത്രാത്മജനേത് വൃത്രാരിപുത്രനേതിത്തം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനു മാലയം പുക്കിതു. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തികെ നിന്നരുളിടിന. മിത്രാന്വയോദ്ഭൂതനാകിയ രാമനോടെത്രയുമാർത്യ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞീല ഞാനയ്യോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാ നിൻ തിരുവടി താൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാനെന്നു ഞാനോർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികളിത്തരമാകുലാൽ ശ്രുത്വാ രഘൂത്തമനുത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായാലിംഗനം ചെയ്തു, ചിത്തേ ഭയപ്പെടായേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു. മിത്രഘാതിത്വമാശങ്ക ഞാനന്നേരം മുക്തവാനായതില്ലസ്ത്രം ധരിക്കവേ. ചിത്തഭ്രമം വരായ്വാനൊരടയാളം
മിത്രാത്മജാ നിനക്കുണ്ടാക്കുവനിനി ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശഗതനെന്നുറച്ചിടു നീ. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാൻ. മിത്രാത്മജഗണേ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയൈക്യയുദ്ധത്തിനായി. ശത്രുഘ്ന പൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചിടുവാൻ. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ഇവിടെ കുറച്ചു നേരത്തേക്ക് മായയിൽ നിന്ന് മുക്തനായ സുഗ്രീവൻ സ്തുതിച്ചതൊന്നും ഭഗവാൻ ശ്രദ്ധിക്കാത്തതുപോലെ, അല്ലെങ്കിൽ സുഗ്രീവനും അത് മറന്നുപോയി. കാരണം മായയിൽ നിന്ന് വിമുക്തനായിട്ടാണ് അങ്ങനെ സ്തുതിച്ചത്. തിരിച്ച് മായയിലേക്ക് വന്ന ആ സുഗ്രീവനോട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ്, അതായത് സപ്തസാലങ്ങൾ 7 ഒറ്റ അമ്പുകൊണ്ട് എയ്ത് മുറിച്ചാൽ അങ്ങേക്ക് ബാലിയെ കൊല്ലാൻ പറ്റും എന്ന ആ പറച്ചിലിന് ഒരു ഉത്തരമായിട്ട് പറയുകയാണ്, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം കൊടുത്തുകൊണ്ടാണ് സുഗ്രീവനെ വീണ്ടും ആ മായയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് പറഞ്ഞു, ബാലിയെ ചെന്ന് വിളിക്ക യുദ്ധത്തിന്, കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്ന് രാജ്യാഭിഷേകം ചെയ്ത് പാലനം ചെയ്തുകൊള്ളുവൻ നിന്നെ നിർണയം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാം. അർക്കാത്മജൻ, സൂര്യാത്മജനായിട്ടുള്ള സുഗ്രീവൻ അത് കേട്ട് നടന്നിതു. കിഷ്കിന്ധയാംപുരി നോക്കി നിരാകുലം. ശ്രീരാമചന്ദ്രന്റെ ആ ഒരു ബലം തനിക്കുണ്ട് എന്ന ധൈര്യത്താൽ ഒട്ടുമാകുലമില്ലാതെയാണ് സുഗ്രീവൻ പോരിന് വിളിക്കാൻ പോയത്. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും, സൂര്യകുലത്തിൽ ജനിച്ച രാമനും ലക്ഷ്മണനും, പിന്നെ സുഗ്രീവന്റെ മന്ത്രികൾ 4 ഇവരെല്ലാവരും ഒരുമിച്ച് പോയെങ്കിലും ബാലിയെ വിളിക്കാൻ സുഗ്രീവൻ മാത്രമാണ് പോയത്. മിത്രജൻ, സൂര്യന്റെ മകനായ സുഗ്രീവൻ ചെന്ന് കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹം മരം, ഒരു വലിയ വൃക്ഷത്തിന്റെ പുറകിൽ മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികൾ. അന്നേരം സുഗ്രീവന്റെ മിത്രങ്ങളാണെന്ന ഭാവത്തിൽ അവിടെ മറഞ്ഞു നിന്നു. സുഗ്രീവൻ വിളിച്ചത് കേട്ട് ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ. ബാലിയെ കണ്ട ഉടനെ മിത്രതനയനും സുഗ്രീവനും വക്ഷസി കുത്തിനാൻ. ബാലിയുടെ വക്ഷസിൽ, നെഞ്ചിൽ കുത്തി. അതുകൊണ്ട് തന്നെ ക്രോധം ഏറിയ വൃത്രാരിപുത്രനും മിത്രതനയനെ 10 നൂറാശു വലിച്ചു കുത്തിയിടിനാൻ. തിരിച്ച് ഒരുപാടങ്ങ് കുത്തി. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായതു. അങ്ങനെ ഇവർ തമ്മിൽ അത്രയധികം വലിയ ഒരു യുദ്ധം തന്നെ ആയി. രക്തമണിഞ്ഞ് ഏകരൂപധരന്മാരായി 2 പേരും ആകെ രക്തത്തിൽ കുളിച്ചു. അങ്ങനെ മറഞ്ഞു നിന്ന ശ്രീരാമചന്ദ്രന് ഇവരെ മനസ്സിലാകുന്നില്ല. ശക്തി കലർന്നവർ അവരൊപ്പം പൊരുന്നേരം 2 പേരും വിട്ടുകൊടുക്കുന്നില്ല. അതുപോലെ ആർക്കാണ് ശക്തി എന്ന് 2 പേരും മത്സരിക്കുന്നത് പോലെയായി. അതുകൊണ്ട് മിത്രാത്മജനേത്, വൃത്രാരിപുത്രനേത്, യുദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും, സുഗ്രീവനേതാ ബാലിയേതാ, ഇങ്ങനെ മനസ്സിലാകാത്ത വിധത്തിലായി. മിത്രവിനാശന ശങ്കയാ. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് രാമൻ അമ്പെയ്തില്ല? കാരണം അഥവാ
മനസ്സിലാവാത്ത സ്ഥിതിക്ക് എങ്ങാനും സുഗ്രീവനാണ് അമ്പു കൊള്ളുന്നതെങ്കിലോ, അതാണ് മിത്രവിനാശനം, തൻ്റെ മിത്രമായിരിക്കുന്ന സുഗ്രീവന് നാശം, മരണം സംഭവിക്കുമോ എന്ന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലത് നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ട്, ബാലിയുടെ മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ച് ഭീതനായോടിനാൻ. ഒരു രക്ഷയുമില്ലാതെ സുഗ്രീവന് പിന്മാറേണ്ടി വന്നു. മിത്രതനയനും സത്വരമാർത്തനായിട്ട് സുഗ്രീവൻ ആകെ പരവേശിതനായി, ക്ഷീണിച്ചവശനായി, മരണവെപ്രാളത്തിൽ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ആകെ ദേഷ്യം വന്നു. ഭഗവാനോടാണ് ദേഷ്യം പിടിക്കുന്നത്. അതേസമയം ബാലി വൃത്രാരിപുത്രനും ആലയം ബുക്കിതു, തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. വിത്രസ്തനായി വന്നു, ഭയന്നുപോയി. മിത്രതനയനും പൃഥ്വീരുഹാന്തികെ, മരത്തിന് പുറകിൽ നിന്നരുളിയിടിന മിത്ര അന്വയോദ്ഭൂതൻ, സൂര്യവംശത്തിൽ പിറന്ന രാമനോട് എത്രയുമാർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. പരുഷവചനങ്ങൾ, ശരിക്കും വഴക്ക് പറയുകയാണ്. കാരണം അത്ര വിശ്വാസത്തോടു കൂടിയാണ് പോയത്. ഭഗവാൻ എന്നെ നോക്കും എന്നുള്ള വിശ്വാസത്തിലാ പോയത്. പക്ഷെ എന്താ സംഭവിച്ചത് എന്ന് സുഗ്രീവൻ അറിയാതെ ഭഗവാനെ വഴക്ക് പറയുകയാണ്. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞില്ല ഞാൻ അയ്യോ. അപ്പൊ ഇതായിരുന്നല്ലേ അങ്ങയുടെ പദ്ധതി? എന്നെ ശത്രുവിന് എറിഞ്ഞു കൊടുക്കാനായിരുന്നോ എന്നോട് പോകാൻ പറഞ്ഞത്? ആ ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുകയാണ് അങ്ങയുടെ ചിത്തത്തിൽ എന്ന് ഞാൻ അറിഞ്ഞില്ല. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും ഞാൻ വധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് എന്നെ ശത്രുവിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തതെങ്കിൽ അങ്ങ് തന്നെ വധിച്ചു കളയൂ. അസ്ത്രേണമാം നിൻ തിരുവടി താൻ തന്നെ എന്തിനാ എൻ്റെ ശത്രുവിന്റെ മുന്നിൽ എടുത്തു കൊണ്ടുപോയിട്ടത്? ഞാൻ വധിക്കപ്പെടേണ്ടവനാണെന്ന് അങ്ങേക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങ് തന്നെ വധിക്കൂ. സത്യം പ്രമാണമെന്നോർത്തേൻ അതും പുനരെത്രയും പാരം പിഴച്ചൂതയാനിധേ. അങ്ങയെ പോലൊരു ഉത്തമ പുരുഷനോട് സഖ്യം ചെയ്താൽ ആ സത്യം സത്യമാണെന്ന പ്രമാണം അത് ഞാൻ ഓർത്തുപോയി. അത് സത്യമായിട്ട് അങ്ങ് പാലിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചത് എത്രയും പിഴച്ചല്ലോ ഭഗവാനെ. സത്യസന്ധൻ ഭവാൻ എന്ന് ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗതവത്സല. അങ്ങ് സത്യസന്ധനാണെന്ന് ഞാൻ വെറുതെ ധരിച്ചുപോയല്ലോ. മിത്രാത്മജോക്തികൾ ഇത്തരം ആകുലാൽ ശ്രുത്വാ രഘൂത്തമൻ ഉത്തരം ചൊല്ലിനാൻ. സുഗ്രീവന്റെ ഈ ഒരു പരിഭവത്തിന്, പരുഷവാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ ആ മാനസിക തലം മനസ്സിലാക്കിയ വിശാല ഹൃദയനായ ഭഗവാൻ ശപിക്കുന്നില്ല. പകരം രഘൂത്തമൻ ഉത്തരം ചൊല്ലിനാൻ. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്ന് ഉത്തരം പറയുകയാണ്. അതും എങ്ങനെയാണ്? ഭഗവാനും കണ്ണുനീര് വന്നു എന്നാണ്. ബദ്ധാശ്രു നേത്രനായി ആലിംഗനം ചെയ്തു. കുറ്റബോധം വന്നു ഭഗവാന്. അല്ലാതെ എന്നെപ്പോലെ ഒരാളെ എന്നോട് പരുഷമായി സംസാരിക്കാൻ നീ ആര് എന്നൊന്നും അല്ല ഭഗവാൻ ചോദിച്ചത്. ഭഗവാനും കുറ്റബോധം വന്നു. അശ്രുനേത്രനായിട്ട് ആ സുഗ്രീവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചിത്തേ ഭയപ്പെടായേതും മമ സഖേ, നീ വിഷമിക്കരുത്. അത്യന്ത രോഷവേഗങ്ങൾ കലർന്നൊരു, നിങ്ങൾ തമ്മിൽ അത്ര വലിയ യുദ്ധമായിരുന്നു. ഇതിൽ യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു. എനിക്ക് പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, കുറച്ചു ദൂരെയാണ്. അതുകൊണ്ട് മിത്രഘാതിത്വം ആശങ്ക്യ, ഞാൻ എന്താ കൊല്ലാതിരുന്നത്? അഥവാ എൻ്റെ അമ്പ് നിന്റെ മേലാണോ വന്നു വീഴുക എന്ന് ഞാൻ പേടിച്ചുപോയി. അതാണ് മിത്രഘാതിത്വം, നിന്നെ കൊന്നുപോകുമോ എന്ന് ആശങ്ക, എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്ത്രം, എൻ്റെ അസ്ത്രം എന്നാൽ മുക്തവാനായില്ല, ഞാൻ അയച്ചില്ല. ധരിക്ക നീ വിഷമിക്കാതിരിക്കൂ, ഞാൻ ആകെ നിസ്സഹായനായിരുന്നു. അതുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മളൊക്കെ എന്തുമാത്രം പല കാര്യങ്ങൾക്കും ഭഗവാനെ പേടിക്കുന്നവരാണ് ഇവിടെ ഭൂരിഭാഗം പേരും. ഒരു വ്രതമെടുത്ത് എങ്ങാനും മുടങ്ങിപ്പോയാൽ, പാരായണം ചെയ്തുകൊണ്ടിരിക്കെ നമുക്ക് പല സാഹചര്യങ്ങൾ, മനുഷ്യരല്ലേ,
പല സാഹചര്യങ്ങൾ വരാം. അഥവാ അത് മുടങ്ങിപ്പോയാൽ അപ്പോൾ പേടിയാണ്, ഭഗവാൻ ശപിച്ചു കളയുമോ? കാണൂ, ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. നമ്മുടെ മനസ്സ്, നമ്മുടെ മാനസികാവസ്ഥ ഭഗവാനെ പോലെ അറിയുന്നവർ വേറെ ആരുണ്ട്? എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ തെറ്റായിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്, നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അത് പൂർത്തിയാക്കാൻ പറ്റാതെ വരുമ്പോൾ ഭഗവാനല്ലാതെ വേറെ ആരാ ഇത് മനസ്സിലാക്കുക? ഇവിടെ നോക്കൂ, സുഗ്രീവൻ ഭഗവാനെ വഴക്ക് പറയുകയാണ് നേരിട്ട് പോയിട്ട്. എന്നിട്ട് ഭഗവാൻ ശപിച്ചോ? ഇല്ല. അപ്പോൾ ഭഗവാന്റെ ആ വിശാല ഹൃദയം നമ്മൾ മനസ്സിലാക്കാതെയാണ് ഈശ്വരൻ ശപിക്കുമോ എന്ന പേടിയിൽ പലരും ജീവിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്. നമുക്ക് വേണ്ടിയാണ് പാരായണവും എല്ലാം എന്ന് എപ്പോഴും ഓർക്കണം. അപ്പോൾ ഈ ഒരു സന്ദർഭവശാൽ പറഞ്ഞതാണ്. ഭഗവാനെ നേരിട്ട് വഴക്ക് പറഞ്ഞിട്ട് പോലും ശപിക്കുന്നില്ല എങ്കിൽ ഭഗവാൻ അത്രയും കരുണാഹൃദയനാണ്, കരുണക്കടലാണ് ഭഗവാൻ. അങ്ങനെ സുഗ്രീവനോട് പറയുകയാണ്, ചിത്തഭ്രമം വരായ്വാൻ ഒരടയാളം. ഇനി ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങളെ തമ്മിൽ മനസ്സിലാക്കാൻ, അതാണ് ചിത്തഭ്രമം. നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, അത് ഒഴിവാക്കാൻ മിത്രാത്മജ സുഗ്രീവ, നിനക്കുണ്ടാക്കുവനിനി ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. നിനക്കൊരടയാളം ഞാൻ ഉണ്ടാക്കിത്തരാം, ഇനി നീ പേടിക്കരുത്. നിന്റെ ശത്രുവിനെ എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് വിളിച്ചാലും വൃത്രവിനാശന പുത്രനാം അഗ്രജൻ, വൃത്രാസുരന്റെ വിനാശനം ചെയ്ത ഇന്ദ്രന്റെ പുത്രനായ നിന്റെ അഗ്രജൻ, നിന്റെ ജ്യേഷ്ഠനായ ബാലി മൃത്യുവശഗതൻ എന്നുറച്ചിടു നീ. ബാലി വധിക്കപ്പെടേണ്ടവനാണെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വധിക്കപ്പെടുക തന്നെ ചെയ്യും. സത്യമിതമഹം രാമനെന്നാകിലോ. ഈ പറയുന്നത് സത്യമാണ്, കാരണം പറയുന്നത് ഈ ശ്രീരാമചന്ദ്രനാണ്. മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. രാമൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം. സുഗ്രീവനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ, മിത്രാത്മജകളെ, സുഗ്രീവന്റെ കഴുത്തിൽ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയക്കുക. അത് കെട്ടിയിട്ട്, ബദ്ധ്വ എന്നാൽ ഒരു മാല ഇട്ട് കൊടുത്തിട്ട് വിരവോടയക്കുക. ഇനി ഒട്ടും താമസിക്കരുത് യുദ്ധത്തിനായിട്ട്. അങ്ങനെ ശത്രുഘ്നപൂർവജൻ, ശത്രുഘ്നന്റെ ജ്യേഷ്ഠനായ ലക്ഷ്മണൻ മാല്യവും ബന്ധിച്ചു. ഒരു മാല കൊടുത്തിട്ട് സുഗ്രീവനെ അണിയിച്ചിട്ട് മിത്രാത്മജനെ മോദാൽ അയച്ചിടിനാൻ. യുദ്ധം ജയിച്ചു വരിക എന്ന് അനുഗ്രഹിച്ച് അയച്ചു. വീണ്ടും ഓം ശ്രീരാമചന്ദ്രായ നമഃ.